യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഒത്തിരി ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് തകരുന്ന കുടുംബ ബന്ധങ്ങൾ. അനുദിനം കേൾക്കുന്ന വിവാഹമോചന വാർത്തകൾക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വിവാഹം എന്ന കൂദാശയെ അതിൻ്റെ സകലവിധ പരിശുദ്ധിയോടും കൂടെ സ്വീകരിക്കുവാൻ, വിശുദ്ധിയിൽ ആ കൂദാശയിൽ നിലനിൽക്കുവാൻ എങ്ങനെ സാധിക്കും എന്ന് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ദൈവവചനത്തിനായി നമുക്കൊരുങ്ങാം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി കുട്ടികളില്ലായിരുന്നു. 2015 മെയ്യിൽ ശനിയാഴ്ച ഇവിടെ വന്ന് എല്ലാ ശനിയാഴ്ചകളും ധ്യാനവും കൂടി പ്രാർത്ഥിച്ചു. 2016 മാർച്ചിൽ ഒരാൺകുഞ്ഞിനെ തന്നെ ഈശോ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് മനോഹരമായ ഒരു സന്ദേശമാണ് നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം, വളരെ വിവേകത്തോടെ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജ്ഞാനത്തോടെ, ദാഹത്തോടെ ഈ വചനം ശ്രദ്ധിക്കട്ടെ. വിവാഹം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും ഈ വചനം ആത്മാവിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം മനോഹരമായിട്ട് കടന്നു പോകും. ഒത്തിരി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, അച്ഛൻ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മക്കൾ ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു, മക്കൾ ഈ ചെറുപ്രായത്തിൽ ഇതുപോലെയൊക്കെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. അതിനുപോലും പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് സൗഖ്യവും വിടുതലും തരാൻ പോകുന്ന സമയമാണ്. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്ന ദൈവത്തിൻ്റെ വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. കൂട്ടിച്ചേർക്കുന്നു, മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വചനം തുടങ്ങുന്ന ഇങ്ങനെയാണ്: എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. അപ്പോൾ ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേക രീതിയിൽ കരുതലോടെ കാണേണ്ടതാണ്, വളരെ മാന്യമായിട്ട് കാണേണ്ടതാണ് വിവാഹ ജീവിതങ്ങൾ. എത്രയോ വിവാഹ ജീവിതം, എത്രയോ ദാമ്പത്യ ജീവിതം അല്പം പോലും മാന്യതയില്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും. ചില ദാമ്പത്യ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ആത്മാവിലൊരു ഭാരം ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്.
കർത്താവ് ഇത്രയൊക്കെ കാര്യങ്ങൾ അങ്ങ് ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ട്, സമ്പത്തിന് സമ്പത്ത്, സൗകര്യത്തിന് സൗകര്യം, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും കർത്താവ് ഈ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇതുപോലെ ഈ ദാമ്പത്യ ബന്ധങ്ങളിൽ എന്തൊരു അസ്വസ്ഥതകളാണ്. സ്നേഹിക്കാൻ പറ്റുന്നില്ല, പരസ്പരം എളിമപ്പെടാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയുടെ ബലഹീനതകളെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വപ്നം കണ്ടത്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ജീവിത പങ്കാളിയല്ല എനിക്ക് കിട്ടിയത്, ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല ഒരാളെയല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായത്. അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. വിവാഹ ജീവിതം കർത്താവിൻ്റെ വചനം പറയുന്നു എല്ലാവരുടെ ഇടയിലും മാന്യമായി കരുതപ്പെടട്ടെ. വിവാഹ ജീവിതം ദൈവമല്ലേ നമ്മൾ കൂട്ടിച്ചേർക്കുന്നേ, അല്ലേ? രണ്ട് ബലഹീനതയുള്ളവര്, ഒരു വ്യക്തി മറ്റൊരു ബലഹീനതയുള്ള ഒരു വ്യക്തിയുമായിട്ട് കൂടിച്ചേരുമ്പോൾ, രണ്ട് ബലഹീന കഥാപാത്രങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവാണ് ഇവരുടെ ബലഹീനതകളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിവാഹ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഒരു കാര്യം പറയുന്നുണ്ട്, നോട്ട് ഈവൻ എ സിംഗിൾ ഫാമിലി ഈസ് പെർഫെക്റ്റ്. ആരും പെർഫെക്റ്റ് അല്ല, ഒരു വ്യക്തിയും പെർഫെക്റ്റ് അല്ല. ഈ വചനം പറയുന്നത് ഞാനും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗം എനിക്ക് വേണ്ടി കൂട്ടിച്ചേർക്കുന്ന ജീവിത പങ്കാളി പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അതുപോലെ ശരിയല്ല. കാരണം ഞാൻ പെർഫെക്റ്റ് അല്ല. ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന ജീവിത പങ്കാളി പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഇത് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടാൻ പോകുന്ന ജീവിത പങ്കാളിയും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ജീവിത പങ്കാളിയും പെർഫെക്റ്റ് അല്ല എന്നുള്ള ആദ്യത്തെ തിരിച്ചറിവ് നമ്മൾ സ്വന്തമാക്കട്ടെ. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ബലഹീനത ഉണ്ടെന്നറിയുമ്പോൾ എന്നെ സ്വർഗം അവളുടെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്താൽ അവളുടെ ബലഹീനതയെ സപ്പോർട്ട് ചെയ്യേണ്ട ഞാനാണ്. ഈ തിരിച്ചറിവിലേക്കാണ് സ്വർഗം നമ്മളെ നയിക്കുന്നത്. അതാണ് വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിവാഹത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയത. രണ്ട് ബലഹീനതയുള്ളവരെ സ്വർഗം ഒരുമിച്ച് ചേർക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇത് വലിയ രഹസ്യമാണെന്ന് പറയുന്നത്, അല്ലേ? വിവാഹം ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് ഇന്നും പലർക്കും മനസ്സിലായി, എൻ്റെ അച്ഛോ ഇവരെങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നു ചിലവർ ചോദിക്കാറുണ്ട്. രണ്ടുപേരും എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലം, പരിശുദ്ധാത്മാവിലുള്ള സ്നേഹം മൂലം ബലഹീനതകളുണ്ടെങ്കിലും, കുറവുകളുണ്ടെങ്കിലും, ഇല്ലായ്മകളുണ്ടെങ്കിലും, പോരായ്മകളുണ്ടെങ്കിലും, സമ്പത്താണെങ്കിലും, ദാരിദ്ര്യമാണെങ്കിലും, രോഗമാണെങ്കിലും ഒരുമിച്ച് പോകും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായതുകൊണ്ടാണ്, അല്ലേ? വിവാഹത്തിൻ്റെ സമയത്ത് ഒരു വാഗ്ദാനമൊക്കെ എടുക്കാറുണ്ടല്ലോ, കയ്യൊക്കെ വെച്ചിട്ട് ഇന്ന് മുതൽ മരണം വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്ത് വന്നാലും, അല്ലേ, മരിക്കുന്നത് വരെ വിശ്വസ്തയോടെ ഇവളെ തന്നെ കൊണ്ടുപോയിക്കൊള്ളാന്ന്. എന്നിട്ട് എത്രയോ ദാമ്പത്യ ജീവിതത്തിൽ ഈ മാന്യത കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. ഇന്ന് എത്ര കുടുംബങ്ങളിൽ ദാമ്പത്യ വിശ്വസ്തതയുണ്ട്, ഇന്ന് എത്ര ദമ്പതിമാരുടെ ഇടയിൽ ഈ ദാമ്പത്യ വിശ്വസ്തതയുണ്ട്, ഇല്ലേ? സ്വർഗം എന്നേക്കുമായി ഒരു ജീവിത സഖിയെ കൂട്ടിച്ചേർത്തിട്ട് ഇന്ന് എത്രയോ പേര് ആ ബന്ധത്തിൽ നിന്ന് പോലും അകന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മാന്യതയില്ലാത്ത പ്രവർത്തികളിലേക്ക്, അശുദ്ധമായ പ്രവർത്തികളിലേക്ക്, മ്ലേച്ഛകരമായ പ്രവർത്തികളിലേക്ക് ചില ദാമ്പത്യ ജീവിതങ്ങൾ കടന്നു പോകുന്നില്ലേ? വിവാഹ ജീവിതങ്ങളും വിവാഹ ബന്ധങ്ങളും കടന്നു പോകുന്നില്ലേ? എത്രയോ കേസുകളാണ്. ഇവിടെ കാരിസ്പോയിൽ തന്നെ ഒരു ഫാമിലി വന്നതാ. ജീവിത പങ്കാളി വിദേശത്താണ് ജോലി ചെയ്യുന്നത്, ഈ സഹോദരി നാട്ടിലാണ്. അവസാനം ധ്യാനത്തിന് വരുമ്പോൾ ഇഷ്യൂ ഇതാണ് റിയൽ വൈഫ്. ധ്യാനത്തിന് കൊണ്ടുവന്ന് നമ്മുടെ പള്ളി വെച്ച്, കേരളത്തിൽ വെച്ച് കെട്ടിയത്. അതിൽ 2 പിള്ളേരുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ ടീമിന് അവിടെയുണ്ട് ഭാര്യയും 2 പിള്ളേരും. പുള്ളി നല്ല മാന്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം നോക്കിക്കേ, നിങ്ങളുടെ മണവറ മലിനമാകാതിരിക്കട്ടെ. വളരെ 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 അർത്ഥവത്തായ ഒരു വാക്കാ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ സ്വരം നമ്മളിലേക്ക് വരുന്നത്. നിന്റെ മണവറ മലിനമാകാതിരിക്കട്ടെ. സൃഷ്ടികർമ്മം നടക്കുന്ന സ്ഥലമാ മണവറ, അത് മലിനപ്പെടരുത്.
അത് മലിനപ്പെട്ടാൽ സൃഷ്ടികർമ്മത്തിൽ മലിനതയുണ്ടാകും, ഫംഗസ് ഉണ്ടാകും, വൈറസ് ഉണ്ടാകും. ഇന്ന് മണവറ ഏതൊക്കെ രീതിയിലാണ് പ്രിയപ്പെട്ടവരെ മലിനമായിക്കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ അവസ്ഥകളെ. ചില ദാമ്പത്യ ജീവിതങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തല ധരിച്ചു പോകാറുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെടുമ്പോഴും അന്യപുരുഷനെ, അന്യ സ്ത്രീയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. മലിനത. മണവറ മലിനമായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെന്ന്, പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്ന്, അനുസരിക്കില്ലെന്ന്, സ്വഭാവം ശരിയല്ലെന്ന്, വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുന്നുവെന്ന്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കിക്കേ. നിന്റെ മണവറയിൽ മലിനതയിൽ സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ മലിനമാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് വളരെ ശക്തമായിട്ട്, നിന്റെ മണവറ ഒരിക്കലും മലിനമാകരുത്. ഇത് ബലിപീഠം പോലെ വിശുദ്ധമായിരിക്കണം. ഇത് അൽത്താര പോലെ വിശുദ്ധമാകണം, ദേവാലയം പോലെ വിശുദ്ധമാകണം, അല്ലേ? അവിടെ അശുദ്ധിക്ക് ഇടം കൊടുക്കില്ല. അൽത്താരയിൽ കയറി നിർത്തിനെ മദ്യപിക്കാൻ ഇടവരുത്തില്ല. അൽത്താരയിൽ കൊണ്ടുവന്ന് അശുദ്ധമായത് കാണാൻ ഒരുവനെ സമ്മതിക്കില്ല. അതിന്റെ പരിശുദ്ധിയുള്ളത് കൊണ്ടാണ് അവനത് ചെയ്യില്ല, അല്ലേ? എത്ര ബോധമില്ലാത്തവനാണെങ്കിലും അൽത്താരയുടെ മുമ്പിൽ വരുമ്പോൾ മുണ്ട് കഴിച്ചിടും. മദ്യപിച്ച് ബോധമില്ലാത്തവനാണെങ്കിൽ പോലും, അല്ലേ? ഇതുപോലെ വിശുദ്ധമാകേണ്ടതാണ് ഓരോ ദാമ്പത്യത്തിൻ്റെ മണവറകളും. കാരണം ഇവിടെ സൃഷ്ടികർമ്മം നടക്കുന്ന സ്ഥലമാ. ഏറ്റവും പരിശുദ്ധമായ ഒരു ദൗത്യം ജീവിത പങ്കാളിയോട് ചേർന്ന് നിവർത്തിക്കുന്ന സ്ഥലമാണ് മണവറ. അത് മറന്നു പോകരുത്. അത് മലിനമായാൽ ആ കുടുംബത്തിലുണ്ടാകുന്ന തലമുറ മുഴുവനും മലിനപ്പെട്ടു പോകും, വൈറസ് അറ്റാക്ക് ചെയ്യും. അടുത്തൊരു സഹോദരി പറഞ്ഞു, എൻ്റെ അച്ചോ, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയം, ഒട്ടും താല്പര്യമില്ല. എന്നാ, ജീവിത പങ്കാളി ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ മക്കളൊക്കെ അപ്പുറത്തെ മുറിയിലാണ് കിടക്കുന്നത്, ഞാനും ജീവിത പങ്കാളി ഒരു മുറിയിലാണ് കിടക്കുന്നത്. വാതിൽ അടച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൽ തന്നെ ഒരു പേഴ്സണൽ TV ഉണ്ട്. എല്ലാ ദിവസവും വരും. എവിടെ നിന്നെങ്കിലും ഒരു CD കൊണ്ട് പുള്ളി വരും, മുഴുവൻ ബ്ലൂ ഫിലിം, മ്ലേച്ഛത. ഇതങ്ങോട്ട് ഇട്ടിട്ട് ഇതിരുന്ന് കാണണം. ഇവള് പറഞ്ഞു, അച്ചോ എനിക്കിതൊന്നും ഒരു നിർബന്ധമില്ലാത്ത കാര്യമാണ്, പക്ഷെ ദാമ്പത്യ ബന്ധത്തിൽ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തുറന്നുകൊണ്ട് പോകുന്നേ ഉള്ളൂ. ഇത് കാണുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആ ബെഡിൽ കടന്ന് ചെയ്യാനും പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുക. നോക്കിക്കേ, ഈ അശുദ്ധി മുഴുവൻ എടുത്തിട്ട് അശുദ്ധമായ രീതിയിലേക്ക്, ഈ മകൾക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ബന്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ബന്ധപ്പെടുമ്പോൾ പലരും ആ ചിന്തകൾ മനസ്സിലേക്ക്, പഴയ പാപങ്ങൾ ഇതൊക്കെ താലോലിക്കുന്നു. ഒരുപക്ഷെ ആ സാഹചര്യത്തിലായിരിക്കാം ഒരു സൃഷ്ടികർമ്മം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റും? മദ്യവെച്ച് ബോധമില്ലാതെ ലക്കുകെട്ട് കയറി വന്നിട്ട് ജഡത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലേ, മണവറ മലിനമാകുമ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ കുഞ്ഞുങ്ങളൊക്കെ 10-ാം വയസ്സിൽ മദ്യക്കുപ്പി എടുത്തില്ലെങ്കിൽ അതിശയിക്കേണ്ടി വരുള്ളൂ. ആ സ്പിരിറ്റ്, ആ തിന്മയാ പ്രിയപ്പെട്ട ഒരു കുഞ്ഞിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മ്ലേച്ഛതയും ആ അശുദ്ധിയും ആ പാപവും ഒക്കെ കുഞ്ഞുങ്ങളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡികവുമാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ടത് ജഡികമായ അഭിലാഷത്താൽ മാത്രമല്ല, ജീവിത പങ്കാളിയെ സ്വീകരിക്കേണ്ടതും ജഡികമായ അഭിലാഷത്താൽ മാത്രമല്ല എന്ന് തോബിത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ അവസാനത്തെ, അവരെ രാത്രിയിലെ പ്രാർത്ഥനയിൽ, ആദ്യ ദിവസത്തെ, അല്ലേ, കർത്താവിൻ്റെ മുമ്പിൽ ഇവർ രണ്ടുപേരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, തോബിത്തൂര്, ഞാനിവളെ സ്വീകരിച്ചത് ജഡികമായ അഭിലാഷത്താലല്ല, മറിച്ചോ പരിശുദ്ധമായ സ്നേഹത്താലും പ്രേമത്താലും ഒക്കെ. കണ്ടോ? അപ്പോൾ ജഡത്തിൽ നിന്നും ജനിക്കുന്നത് ജഡികമാണ്, ആത്മാവിൽ നിന്നും ജനിക്കുന്നത് ആത്മാവും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകുന്നതിന് മുമ്പ് ദിവസങ്ങളോളം ഈ ദിവസത്തിന് വേണ്ടി, ഈ സമയത്തിന് വേണ്ടി ഈ ഒരു ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങണം. എനിക്കറിയാം കുറേ ദമ്പതിമാർ
എല്ലാ ദിവസവും ഉദരത്തിൽ കരങ്ങൾ വെച്ച് കർത്താവേ അങ്ങൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ അവിടുത്തെ വചനത്തിൻ്റെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ചു കിടക്കുന്ന ദമ്പതിമാരുണ്ട്. ആത്മാവിൽ ജനിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മളൊക്കെ ജനിച്ചത് എങ്ങനെയാണ് നമുക്കറിയത്തില്ല. മുറിവേറ്റ മനസ്സുമായി പാപത്തിലും അശുദ്ധിയിലും മ്ലേച്ഛതയിലൊക്കെ ജനിച്ചവര് എന്നെ ശ്രമിക്കുന്ന ഈ കൂട്ടായ്മയിൽ കാണാം. ഇല്ല, അതിൻ്റെയൊക്കെ അവസ്ഥകൾ അസ്വസ്ഥകളൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നില്ലേ? ഇതുപോലെ മ്ലേച്ഛതയിലുണ്ടായ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് പാപത്തോടും അശുദ്ധിയോടും മ്ലേച്ഛകരമായ കാര്യങ്ങളോടൊക്കെ ഒരു അമിതമായ വൈകാരിക അടുപ്പമുണ്ട്. വളർന്നു വരുമ്പോൾ അവർ ആ അവസ്ഥയിലേക്ക് പോവുക, മ്ലേച്ഛതയിലേക്ക് പോവുക, സ്വയംഭോഗത്തിലേക്ക്, സ്വവർഗഭോഗത്തിലേക്ക്, വ്യഭിചാര ചിന്തകളിലേക്ക്, ബ്ലൂ ഫിലിമിന്റെ അടിമത്തത്തിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക് ഒക്കെ ഈ കുഞ്ഞുങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡികവുമാണ്. ഹല്ലേലൂയ. ഒത്തിരി പിള്ളേരുടെ വേദന പോലും എന്നാണെന്നറിയാം. ചിലപ്പോൾ മാതാപിതാക്കൾ പങ്കുവയ്ക്കും, ഞങ്ങൾ താല്പര്യമില്ലാത്തൊരു സമയത്താണ് നിനക്ക് ജന്മം കൊടുത്തത്. ഒരിക്കലും പറയരുത് പ്രിയപ്പെട്ടവർ, അങ്ങനെയൊന്നും. അങ്ങനെ പറയാൻ പോലും പാടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മക്കള് നിരാശയിലാണ്, ഒരു അവഗണിക്കപ്പെടുന്ന ഒരു വിഷമമാണ്, ഒരു സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള തോന്നലുകൾ, ഇതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? ഒരു താല്പര്യമില്ലാതെ, ആഗ്രഹമില്ലാതെയാണ് ഒരു കുഞ്ഞിനവിടെ ജന്മം കൊടുത്തതായിട്ട് അമ്മ അറിയുന്നത്. താല്പര്യമില്ല. ചില സമയത്ത് ഉപേക്ഷിക്കണമെന്ന് പോലും വിചാരിച്ചതാ. ഇതിനത് നിർത്തിയാലോ, ഇതിനോട് കളഞ്ഞാലോ എന്ന് പോലും പരസ്പരം ആലോചിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നടക്കാതെ തിരിച്ചു പോകുന്ന എത്രയോ അവസരങ്ങളും സാഹചര്യങ്ങളും എന്നെ ശ്രമിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആത്മാവിൽ നിന്നും ജനിക്കുന്നത് ആത്മാവാ. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്വഭാവത്തിൽ വൈകല്യങ്ങളിൽ നിൽക്കുന്ന അവഗണന മനോഭാവങ്ങൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, സ്നേഹിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ദേഷ്യം, അമിതമായ വൈകാരികത. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്നു. പ്രാർത്ഥനയിലല്ലെന്നേ ഇതുങ്ങൾക്കൊക്കെ ജന്മം കൊടുത്തിരിക്കുന്നേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും ദമ്പതിമാരുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ ആത്മാവിൻ്റെ കൃപയോട് ചേർന്ന് ആത്മാവിൽ നിന്നും തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കട്ടെ. ആ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുമ്പോൾ നിങ്ങളുടെ മണവറ മലിനമായാൽ ആ വൈറസ്, ആ ഫംഗസ് നിങ്ങളുടെ തലമുറകളിലേക്ക് വ്യാപരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ആ ജോബ് 14:4 വചനം ചോദിക്കുന്നു, അശുദ്ധമായതിൽ നിന്നും വിശുദ്ധമായതുണ്ടാക്കാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയുകയില്ല. കണ്ടോ? അശുദ്ധമായതിൽ നിന്നും വിശുദ്ധമായതുണ്ടാക്കാൻ ആർക്കും കഴിയില്ല. വിശുദ്ധീകരിക്കപ്പെടട്ടെ. തലമുറകളെ വിശുദ്ധ ജീവിതം നയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, ഇന്ന് വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളുണ്ടെങ്കിൽ, മണവറ മലിനമായി കിടക്കുന്നുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ, മനസ്സുകൾ തമ്മിൽ അകന്നു കഴിയുന്നുണ്ടെങ്കിൽ, വിശുദ്ധിക്ക് വിപരീതമായ സാഹചര്യങ്ങളും ദാമ്പത്യ ബന്ധങ്ങൾക്കും ചേരാത്തത് കടന്നു പോകുന്നുണ്ടെങ്കിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. വചനം കൂട്ടിച്ചേർക്കുന്നു, മണവറ മലിനമാകാതിരിക്കട്ടെ, കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഉറപ്പാ. ഈ ഒരു കാര്യം സത്യമാണ്, മാറ്റമില്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? മരണം എന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നു, പിന്നെ വിധിയാ. മരണം ഉറപ്പാ, പിന്നെ വിധിയാ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നവരെ, സ്നേഹിക്കാൻ തന്നവരെ, വിശുദ്ധമായ തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ, അതുകൊണ്ടാണല്ലോ വചനത്തിൽ തന്നെ പഠിപ്പിക്കുന്നില്ലേ, മാതാപിതാക്കൾക്ക് ദൈവം മക്കളെ തരുന്നത് ദൈവഭയമുള്ള തലമുറകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഉത്തരവാദിത്വവും ആ ഒരു ബോധവും ആ ഒരു ആത്മീയ കാഴ്ചപ്പാടും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ദമ്പതിമാരുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ കാണാൻ, കുഞ്ഞുങ്ങളെ കാണാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ നിമിഷം തന്നെ വ്യാപരിക്കട്ടെ. എതിർ ചിന്തകൾ, എതിർ മനോഭാവങ്ങൾ, എതിർ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എല്ലാം യേശുനാമത്തിൽ തന്നെ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമ്മുടെ കുടുംബങ്ങളെയും വരും തലമുറകളെയും ഇന്ന് നമ്മുടെ മക്കളെയും ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ആരാധനയിലേക്ക് കൊടുത്ത് ദിവ്യകാരുണ്യ നാഥനിൽ നിന്നും സൗഖ്യമേറ്റെടുത്ത്
തുറന്നു വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന ഹല്ലേലൂയ. ഇരുകരങ്ങളും കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടുംബമായി കർത്താവിൻ്റെ സന്നിധിയിലുള്ളവർ സ്വന്തം ജീവിത പങ്കാളി അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ജീവിത പങ്കാളിയുടെ കരമൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക. കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ കേട്ടില്ലേ, എല്ലാവരുടെയും ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. ഒത്തിരി ദാമ്പത്യ ജീവിതങ്ങളിൽ ഈ മാന്യതയില്ല. ഒത്തിരി വിവാഹ ബന്ധങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന മാന്യതയില്ല. നമുക്കറിയാം, ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്വർഗം ആഗ്രഹിക്കുന്ന മാന്യത ഇല്ലാതെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലാതെ നിങ്ങളുടെ ജീവിതം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ചേ. ഇതുപോലെ തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, വിവാഹത്തിൽ സ്വർഗം ഒന്നിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ സ്വർഗം ഒരു കുടുംബമാക്കിയിട്ട് പരിശുദ്ധ കുർബാനയുടെ മധ്യേ ബലിയായി തീർന്നുകൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഒന്നായി ചേർന്നിട്ട് കർത്താവിൻ്റെ വചനമനുസരിച്ച് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒരൊറ്റ ശരീരമാണെന്നുള്ള വചനത്തിൻ്റെ സന്ദേശം ജീവിതത്തിൽ ഏറ്റെടുത്തിട്ട്, കർത്താവെ, ഇന്നും തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. മനസ്സുകൊണ്ട് ഒരുമിച്ച് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ട്. ഇനിയും സ്നേഹിക്കാൻ പഠിക്കാത്ത കുടുംബങ്ങളുണ്ട്. പരസ്പരം സ്നേഹത്തിൽ വളരാൻ പറ്റാതെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. പരസ്പരം മനസ്സിലാക്കാതെ കടന്നു പോകുന്ന ദമ്പതിമാരുണ്ട്. ഈശോയെ, അവരൊക്കെ ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് വർഷങ്ങളായവർ, ഏതാനും മാസങ്ങളായവർ, എന്നിട്ടും ഹൃദയം കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, മനസ്സുകൊണ്ട് ഏതെങ്കിലും കോണുകളിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈശോയെ, ഈ നിമിഷം തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അത് കൂട്ടിയിണക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രണ്ട് ബലഹീന കഥാപാത്രങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന ബലഹീനതകളിലേക്ക് ഈശോയെ അവിടുത്തെ സാന്നിധ്യം ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇത് അവിടുത്തെ സ്വപ്നമാണല്ലോ. ഓരോ ദാമ്പത്യ ജീവിതവും ഓരോ വിവാഹ ജീവിതവും ഈശോയെ അവിടുത്തെ സ്വപ്നമാണല്ലോ. അതൊരു സ്വർഗമാണെന്നാണല്ലോ ഈശോയെ അങ്ങ് പറഞ്ഞത്. ആ സ്വർഗം തീർക്കാൻ ഇവർ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർക്കെതിരെ ഭിന്നത കൊണ്ടുവരുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ഇവർ തമ്മിലുള്ള പരസ്പര ഐക്യം കിടത്തിക്കളയുന്ന ഏതെങ്കിലും തിന്മകൾ കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബങ്ങളെ വീണ്ടെടുക്കട്ടെ. അവരുടെ ജീവിതത്തിന് എതിരെ നിൽക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ പൂർണ്ണത പ്രാപിക്കുന്നതിന്, സ്നേഹത്തിൽ പരിപൂർണത പ്രാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ ഇവിടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യേശുനാമത്തിൽ അതൊക്കെ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ കുടുംബങ്ങളെ സഹായിക്കണമേ, ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. പരസ്പര ഹൃദയം കൊണ്ട് അടുക്കുവാൻ, പരസ്പര മനസ്സുകൊണ്ട് അടുക്കുവാൻ, പരസ്പര ശരീരം കൊണ്ട് അടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഇവർ ഓരോരുത്തരെയും സഹായിക്കണമേ, ഓരോരുത്തരെയും സഹായിക്കണമേ. ഓരോ കുടുംബങ്ങളെയും ഈശോയെ ഈ നിമിഷങ്ങളിൽ പുതുക്കിപ്പണിയണമേ. സ്നേഹത്തിൽ അങ്ങ് പുതുക്കിപ്പണിയണമേ, സമാധാനത്തിൽ പുതുക്കിപ്പണിയണമേ, സന്തോഷത്തിൽ പുതുക്കിപ്പണിയണമേ, വിശ്വാസത്തിലും വിശുദ്ധിയിലും ഈശോയെ പരസ്പര ബന്ധങ്ങളിലും അങ്ങ് പുതുക്കിപ്പണിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തിയോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങളുടെ മേൽ ഇനി നിനക്ക് അധികാരമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തികളോടും യേശു നാമത്തിൽ വെല്ലുവിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഈ നിമിഷം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ നിമിഷം നിങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി അടുത്തില്ലെങ്കിൽ വിശ്വാസത്താൽ അവൻ്റെയോ അവളുടെയോ കരം പിടിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, സ്വർഗം കൂട്ടിച്ചേർത്ത ഈ കരത്തിനിടയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ഭിന്നതകൾ, ഹൃദയം ഒരുമിച്ചപ്പോൾ, മനസ്സൊരുമിച്ചപ്പോൾ, ശരീരം ഒന്നിപ്പിച്ചപ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന ഏതെങ്കിലും തിന്മകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അത് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങൾ രണ്ടും കൂപ്പി ശിരസ് നമിച്ച്
ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതത്തെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈശോ തന്ന ജീവിതം, ഈശോയെ ഇതാ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൽ വളരാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.